ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജസ്നാപ്സ്. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി നമ്മൾ രണ്ടുപേരും കൂടെ ഒരു വീഡിയോ എടുത്തിട്ട് വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തണുപ്പൊക്കെ ആയിട്ട് നമ്മൾ അധികം പുറത്തോട്ടൊന്നും പോയില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് വിൻ്ററൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞങ്ങളൊന്ന് പുറത്തേക്ക് കറങ്ങാൻ ഇറങ്ങിയതാണ്. ആദ്യം പോയൊരു ബർഗർ കഴിച്ചു. ഇനി ഞങ്ങൾ കുറച്ച് സൂപ്പർ മാർക്കറ്റിലൊക്കെ തെണ്ടി തിരിയാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് വന്നു. ശില്പൻ്റെ ഇടയ്ക്ക് നാട്ടിൽ പോയി, ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് മാൾട്ടയ്ക്ക് പോയിട്ട് വന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശേഷത്തിൻ്റെ കൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പം ഇവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കുറേ പേര് ചോദിച്ചപ്പോൾ നമ്മൾ മന്ത്ലി എക്സ്പെൻസിനെ പറ്റി വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഗ്രോസറി അതിനുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇതും കൂടെ കണ്ടാലേ നമ്മുടെ ഒരു ലിവിങ് എക്സ്പെൻസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ട് ഓരോ സൂപ്പർ മാർക്കറ്റ്സിൽ കയറി ഓരോ സാധനങ്ങളാണ് മേടിക്കാറുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റേറ്റ് ഡിഫറൻസും ക്വാളിറ്റി ഡിഫറൻസും ഉണ്ട് ഫ്രം സൂപ്പർ മാർക്കറ്റ് ടു സൂപ്പർ മാർക്കറ്റ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇപ്പം നിൽക്കുന്നത് ലിഡിലിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ മെയിനായിട്ട് 4 സൂപ്പർ മാർക്കറ്റിൽ കയറും. ഒന്ന് 365 ഡിസ്കൗണ്ട്, ഒന്ന് റെമ 1000, ഒന്ന് ലിഡിൽ, പിന്നെ ഇതായിരുന്നു ഏതോന്ന് ഞാൻ മറന്നല്ലോ, ഫുഡെക്സിൽ കയറാറുണ്ട്. അങ്ങനെ 3-4 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നമ്മൾ നോർമലി പല പല ഐറ്റംസ് മേടിക്കാനായിട്ട് ഇതുപോലെ ഓരോ സൂപ്പർ മാർക്കറ്റിലാണ് ഇവിടെ പോകാറുള്ളത്. അപ്പോൾ അതിനൊക്കെ ഓരോന്നിനും എത്ര റേറ്റ് വരും, അത് നമ്മുടെ ഇന്ത്യൻ ഗ്രോസറീസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ബേസിക്കായിട്ട് ഇപ്പോൾ ക്ലീനിങ്, കുക്കിങ്ങിനുള്ളത്, പിന്നെ പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, അങ്ങനെ ഞങ്ങൾ കാറ്റഗറൈസ് ചെയ്തൊന്ന് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഉള്ളത് നമ്മുടെ ഈ കേരള ഐറ്റംസ് ഒക്കെ കുറച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കേരള ഷോപ്പിംഗ് മാർക്കറ്റ് ഉണ്ട്, ഏഷ്യൻ മാർക്കറ്റുള്ള കാബൂൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പാകിസ്ഥാൻ, അഫ്ഗാൻ, ഇന്ത്യൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടും. അപ്പം അവിടെയും കൂടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും കൂടെ കവർ ചെയ്യാം. അപ്പം മൊത്തത്തിൽ നമുക്ക് ഓരോന്നും നമ്മൾ എവിടെ നിന്നൊക്കെയാണ് മേടിക്കുന്നത്, അതിന് എത്രത്തോളമൊക്കെ എക്സ്പെൻസ് ആവുന്നുണ്ടെന്നുള്ള ഒരു റേഞ്ചിൽ നമുക്ക് പറയാം ഇത്ര വരും. അപ്പം നമുക്ക് ഫസ്റ്റ് നേരെ ലിഡിലോട്ട് പോവാം, എന്നിട്ട് അവിടുത്തെ ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം, അതിൻ്റെ റേറ്റും കാര്യങ്ങളും നോക്കാം. ബൈ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലിഡിലാണ്. ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് പാലിൻ്റെ സെക്ഷനാണ്. ഡെൻമാർക്ക് പാലിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ പാലിൽ നമുക്ക് വളരെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പാലുകളുണ്ട്. അതായത് 0.4% ഫാറ്റ് ഉള്ളത്, ഇല്ലെങ്കിൽ 1.5% ഫാറ്റുള്ള പാലുണ്ട്. ഞങ്ങൾ എപ്പോഴും എടുക്കാറില്ല 1.5%ലാണ്. കാരണം 0.4%ൻ്റെ ഭയങ്കര വാട്ടറി ആയിരിക്കും. പിന്നെ നമുക്ക് 3.5%ൻ്റെയും കിട്ടും, പക്ഷെ അത് ഒരുപാട് കട്ടിയുമായിരിക്കും. അപ്പോൾ രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്നത് ഏകദേശം 1.5%ൻ്റെയാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഡാനിഷ് ക്രോണയിൽ 12 ക്രോണയാണ്. അപ്പോൾ നാട്ടിലത്തെ ഒരു എത്ര വരും, 120, പിന്നെ ഒരു 24, 142. നമുക്ക് ക്രോണയിൽ പറഞ്ഞാൽ മതി. ഒന്ന് ഇന്ത്യൻ നമുക്ക് എഴുതി കാണിക്കാം, വീഡിയോ മാക്സ് കുറച്ച് നമ്മളെല്ലാം ക്രോണയിൽ പറയും, എന്നിട്ട് അതിൻ്റെ ഇടയിൽ ക്ലിങ് എന്നൊരു സൗണ്ട് ഇട്ടിട്ട് സൗണ്ട് ഇടും. അതിലാണ് നമ്മൾ ഇന്ത്യൻ റുപ്പി എഴുതുന്നത്. ഓക്കെ. പിന്നെ ആർല എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഒരു ഫേമസ് മിൽക്കി അല്ലെങ്കിൽ ഡയറി കമ്പനി തന്നെയാണ്. അവരുടെ എല്ലാ പ്രൊഡക്ട്സും അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന പാല്. പിന്നെ നമ്മളിവിടുന്ന് തൈരും എടുക്കും. തൈര് ഇവിടെ കാണാനില്ല, നമുക്ക് അപ്പുറത്തെങ്ങാനും നോക്കാം. എവിടെ കാണാനില്ല. നമ്മൾ യോഗട്ടിൻ്റെ സെക്ഷനിൽ വന്നു എന്നുണ്ടെങ്കിലും എല്ലാം ഫ്ലേവേർഡ് യോഗട്ട്സ് ആണ്. ബനാന ഫ്ലേവർ, ഇല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ജോർജിയ ഫ്ലേവർ, ബ്ലൂബെറീസ് ഒക്കെ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ സാധാ തൈര് ഇവിടെ കാണാനില്ല. അതിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്, അത് നമുക്കിനി റെമ 1000 നോക്കാം. ഓക്കെ. നമ്മൾ നോർമലി പോയാൽ കാണിച്ചു തരാം അവിടുത്തെ റേറ്റ്. പക്ഷേ ഒരു റേറ്റ് കുറച്ച് നമുക്കൊരു ഡെയിലി സാധനങ്ങൾക്ക് ഇത് എടുക്കാം. ഇപ്പോൾ ഹാൻഡ് ക്രീമാണിത്. ഇതിന് എത്ര, അതേപോലെ 9.75 ക്രോണുണ്ട്. ഇത്രയും വലിയ ഡപ്പയല്ലേ, അപ്പോൾ അത്യാവശ്യം ലാഭമാണ്. അങ്ങനെ. പിന്നെ ഹാൻഡ് വാഷിന് ഇവിടെ ഭയങ്കര ചീപ്പാണ് കേട്ടോ. 5 ക്രോണയ്ക്കൊക്കെ നല്ല വലിയ ഹാൻഡ് വാഷ് കിട്ടും. അവിടെ താഴെ ഇരിക്കുന്നതുണ്ടോ, അത് ഫുള്ള് ഹാൻഡ് വാഷാണ്. നല്ല നല്ല ഫ്ലേവേർഡ് ഹാൻഡ് വാഷൊക്കെ ഉണ്ടാവും, നല്ല സ്മെല്ലും ഉണ്ടാവും, നല്ല സുഖം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമുക്കിനി ക്ലീനിങ് പ്രൊഡക്ട്സ് കാണാം. ഇവിടെയാണ് നമ്മുടെ ക്ലീനിങ് സൈഡ്. ഓക്കെ. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഞാൻ എടുക്കുന്ന സാധനം ഈ ഡിഷ് വാഷറാണ്. നല്ലൊരു ആപ്പിളിൻ്റെ ഫ്ലേവറിൽ ഇല്ലെങ്കിൽ ലെമണിൻ്റെ ഫ്ലേവറിലൊക്കെ നല്ല ഡിഷ് വാഷറാണ്, നല്ല മണം ഉണ്ടാവും. ഓക്കെ. അതല്ലാതെ പ്ലെയിനും കിട്ടും നമുക്ക്, വലിയ പെർഫ്യൂംഡ് അല്ലാത്തത്. പക്ഷെ ആ സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എത്രയാവും? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ 8 ഇല്ല 7.95 അത്രേ ഉണ്ടാവുള്ളൂ. അതായത് 8 ക്രോണ. വലിയൊരു 1 ലിറ്ററിൻ്റെയാണ്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 1.5 മന്ത്സോളം അത് നിൽക്കും. ഹലോ ഗൈസ്, സ്വന്തം കട പോലെ ഞാൻ നടക്കുന്നുണ്ട്. എന്നാലും വീണ്ടും നമ്മൾ ലിഡിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പുറത്തും അപ്പുറത്തുമായിട്ട് എൻ്റെ കുറച്ച് ഫേവറേറ്റ് സാധനങ്ങളുണ്ട്. ഇപ്പുറത്തുള്ളത് സ്വീറ്റ് കോൺ ആണ്.
ഇവിടെ നമുക്ക് 7.50 ക്രോണയ്ക്ക് ഇങ്ങനെ ഒരു ഡപ്പ സ്വീറ്റ് കോൺ കിട്ടും. എനിക്ക് ആഴ്ചയിൽ 1-2 എങ്കിലും ഇത് വേണം. ഞാൻ കുറച്ച് ചാറ്റ് മസാലയൊക്കെ ഇട്ട് ഒരു സ്നാക്ക് ഐറ്റമായിട്ട് കഴിക്കുന്നതാണിത്. ഇത് ഇവിടുത്തെ അടിപൊളിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഡാനിഷ് കുക്കീസാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ നല്ല കുക്കീസ്, ബിസ്ക്കറ്റ്സ് എല്ലാം കിട്ടുന്നതും ലിഡിലിൽ കിട്ടും. അതിൻ്റെ കുറച്ച് കാണിച്ചു തരാം, അതിൻ്റെ റേറ്റും കാണിച്ചു തരാം. വായോ. ഡാനിഷിൻ്റെ ബട്ടർ കുക്കീസ്, അതാണ് ഇവിടുത്തെ നല്ല ടേസ്റ്റി ബിസ്ക്കറ്റ്സ് വന്നിട്ട്. അതിനിവിടെ 15 ക്രോണർ 16 ക്രോണർ ആ റേഞ്ചിൽ കിട്ടും. പിന്നെ നാട്ടിലേക്ക് ഇങ്ങനെ കളർഫുള്ളായിട്ട് നട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ്സോ ഉള്ള പോലത്തെ കുക്കീസ് കിട്ടും. അതിന് ഒരു 12 ക്രോണർ 13 ക്രോണർ ആ ഒരു റേഞ്ചിൽ കിട്ടും. പിന്നെ വേരിയസ് ടൈപ്സ് ഓഫ് ബിസ്ക്കറ്റ്സ് ഉണ്ട്. അത് കുറച്ചുകൂടി റേറ്റ് കുറവായിരിക്കും. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെയൊക്കെ ഒരു ബിസ്ക്കറ്റില്ല, എന്താ ഇതിന് പറയുക, പാർലേജിയോ അങ്ങനത്തെയൊക്കെയുള്ള ബിസ്ക്കറ്റ്സ് ഒരു 6 ക്രോണർ അങ്ങനെയുള്ളൊരു റേഞ്ചിലും കിട്ടും. അപ്പോൾ ഇതാണ് മൊത്തം ഒരു കുക്കീസിൻ്റെ സെക്ഷൻ. നാട്ടിൽ കിട്ടുന്ന ഓറിയോ ആണ്. പക്ഷെ ഓറിയോന് 25 ഉണ്ട്. നല്ല റേറ്റാണ് ഓറിയോന് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലി കണ്ട നീയോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അത് 18 ക്രോണേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതും ഇവിടുന്ന് എടുക്കാറുണ്ട്. ഇതിവിടെ അത്യാവശ്യം നല്ലതുമായിരിക്കും, ഫേമസുമാണ് ഇവിടുത്തെ. അതുകൊണ്ട് എന്താ എടുക്കുന്നത്? ഇത് കുറച്ച് ബീൻസ് എടുത്തതാണ്. ഇത് നല്ല ഫ്രഷ് ബീൻസ് എടുത്തെടുക്കാം. ഇതിൽ പിന്നെ നമ്മളെടുക്കുന്ന പച്ചമുളക് എടുക്കും, അവരയ്ക്കുണ്ട്, വെണ്ടയ്ക്കുണ്ട്. വെണ്ടയ്ക്ക് നല്ല റേറ്റ്, അതുകൊണ്ട് ഞങ്ങൾ എടുക്കാറില്ല. പിന്നെ ഇഞ്ചി, കപ്പയ്ക്കും തോന്നുന്നു, ഇതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ കയറി, ഇന്ത്യനല്ല ഏഷ്യൻ മാർക്കറ്റിൽ കയറിയിരിക്കുകയാണ്. കുറച്ച് ബീൻസ് എടുക്കാനും കുറച്ച് പച്ചമുളക് എടുക്കാനും കുറച്ച് ചെറിയുള്ളി എടുക്കാനുമായിട്ട്. ചെറിയുള്ളി ഓൾറെഡി എടുത്തത് കൈപ്പിടിച്ചേക്കാണ്. കുറച്ച് നല്ല ചെറിയുള്ളി. പിന്നെ ഇതെടുക്കണം, കുറച്ചൊരു 200 ഗ്രാം ഉണ്ടാവും. ബീൻസും എടുത്തു. ഇതിനൊരു 14-15 ക്രോണ വരും 200 ഗ്രാം ബീൻസിന്. അതിന് ഒരു 10 ക്രോണയോളം വരും. ഇത്രയുള്ള ഉള്ളിയാണെങ്കിലും 10 ക്രോണയോളം വരും. നമ്മൾ ഇവിടെ നിന്ന് അധികം കയറാത്ത ഇതുകൊണ്ടാണ്. പിന്നെ ഇവിടെ കുറച്ച് കൺജസ്റ്റഡ് ഏരിയ ആയിരിക്കും, നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അവർ അടുക്കി വെച്ചിരുന്നു. നമ്മൾ ഇതുപോലെ കവർ എടുക്കുക, എന്നിട്ട് സാധനം വലിച്ചു കയറി ഇതിനകത്ത് അതന്നെ. എല്ലാം നല്ലതാണ്, അപ്പോൾ നോക്കിയെടുക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ സംഭവിക്കും. ഇത്ര പോലെ ഇതിന് തന്നെ ആവും 10-11 ക്രോണ. അപ്പോൾ പിന്നെ നമുക്കിതിങ്ങനെ അതൊന്ന് കെട്ടിയും കൂടെ വെച്ചാൽ വേറെ. ഇപ്പോൾ ക്യാരറ്റൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് നല്ലത് കിട്ടും, അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എടുക്കാറില്ല. പിന്നെ നമ്മളിവിടെ എടുക്കുന്നത് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് ഇത് തക്കാളി അല്ലെങ്കിൽ മുരിങ്ങക്കായാണ്. തക്കാളി പിന്നെ കുറച്ച് അവിടെ നല്ല കിട്ടും. ഇവിടെ ഇരിപ്പുണ്ട് തക്കാളി, കണ്ടോ, തക്കാളി ഇവിടെ ഉണ്ട്. മുരിങ്ങക്കായ എടുക്കാൻ പോവാണ് ഞങ്ങൾ ഒരു സാമ്പാർ വെച്ചേക്കാന്ന് വിചാരിച്ചു. ഇത് പക്ഷെ നോക്കിയെടുക്കണം, കാരണം ചിലത് കണ്ടോ ഒരു കറുപ്പ് കളറും ഉള്ളിലൊന്നും ചീഞ്ഞു പോയതുപോലെ ആയിരിക്കും. അപ്പം ഇങ്ങനെ നമ്മൾ തെരിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കൈ പോലെ കിട്ടും. ഒന്നും കൂടി എടുക്കത്തേട്ടോ, എന്നിട്ട് വരാം. ഗൈസ്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ, ഇന്ത്യനല്ല ഏഷ്യൻ മാർക്കറ്റ്സിൽ, ഈ ഒരു മാർക്കറ്റിൽ മാത്രമാണ് ആകെ നമ്മുടെ കേരള റിലേറ്റഡ് ഐറ്റംസ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ റിലേറ്റഡ് ഐറ്റംസ് നമ്മൾ കാണാറുള്ളത്. എനിക്കിവിടെ വരുമ്പോൾ ഏറ്റവും സന്തോഷം തന്നല്ലോ ഇത് കണ്ടോ, ഇഡ്ഡലിപ്പൊടി. എൻ്റെ നാട്ടിൽ മാത്രം ഇവ മൂലം കഴിച്ചിട്ടില്ല. നല്ല ദോശയ്ക്കും ഇഡ്ഡലിക്കും കഴിക്കണം നല്ലൊരു മസാലപ്പൊടിയുണ്ട്, ഇഡ്ഡലിപ്പൊടി. അത് ഞാൻ ഇവിടെ മാത്രമേ കണ്ടുള്ളൂ. ഇവൻ വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്നില്ല, അറിയാം. ഞാൻ ഇനി എത്ര വഴക്കുണ്ടാക്കി അതെനിക്ക് ഇവിടെ മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ റിലേറ്റഡ് ഷാഹി പനീർ അല്ലെങ്കിൽ ചാട്ട് മസാല, ബജി മസാല, ഇതൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവന് ഇഷ്ടമേ അല്ല. പക്ഷേ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ എല്ലാം ഓരോ ഇത് വെച്ചിട്ട് എടുക്കാറുണ്ട് കേട്ടോ, ഓരോ പൊടി വെച്ചിട്ട് ഞാൻ എടുക്കാറുണ്ട്. പിന്നെ റേറ്റ് വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു ബോക്സിന് അതിന് ഇവിടുത്തെ 20 ക്രോണർ അല്ലെങ്കിൽ 18 to 20 ക്രോണറിൻ്റെ റേഞ്ചിലായിരിക്കും. അത് ഡിപ്പെൻഡിങ് ഓൺ നമ്മൾ എന്താ എടുക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറിന് നല്ല റേറ്റ് ആയിരിക്കും, അത്യാവശ്യം 25 ഉണ്ടാവും. പക്ഷെ അതേ തന്നെ നമ്മളിപ്പോൾ ഒരു മഞ്ഞപ്പൊടി എടുക്കാൻ പോവുകയാണെങ്കിൽ 20 ക്രോണയ്ക്ക് കിട്ടും. അങ്ങനെ അതേ ഇഷ്ടം പോലെ പെട്ടികളാണ്. ഇത് കാണുമ്പോഴുള്ളൊരു കുളിരുണ്ടല്ലോ. പിന്നെ പിക്കിൾസും കിട്ടും. ഈ ഒരു സെക്ഷനിൽ കണ്ടോ, മാംഗോ പിക്കിൾ, തൊക്കു പിക്കിൾ എന്നൊക്കെ പറഞ്ഞ് കുറേ കട്ട് മാംഗോ പിക്കിൾസ്, അങ്ങനെ ഒരു ഡിഫറെൻറ്റ് പിക്കിൾസ് ഉണ്ടാവും. ഇതിനെല്ലാത്തിനും ഈ ഒരു ബോക്സിന് 25 ആണ് വരുന്നത്. ഈ ഒരു ബോക്സിന് മാത്രം ഒരു 25 ആണ് വരുന്നത്. പിന്നെ തൊട്ട് താഴെയായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മിക്സ് പൊടിച്ചിട്ട് അതിൻ്റെ ഒരു മിക്സ് പോലെ കിട്ടും. പുട്ടുപൊടി, റാഗി ഇഡ്ഡലിപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ട്
അതിനൊരു 35 ഉണ്ടാവും, കാരണം അതൊരു 1 കിലോ പാക്കായിരിക്കും. സോ ഒരു 35 ഒക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റേറ്റ് ഉണ്ടാവും. ഇനി തൊട്ട് വരാം, കുറച്ചുകൂടെ അച്ചാറിൻ്റെ സെക്ഷൻസ് ഉണ്ട്. അത് വലിയ അച്ചാറാണ്, മദേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ എല്ലാം ഇവിടെ കണ്ട്, അത് നാട്ടിൽ നമ്മൾ കാണാറുള്ളതാണ്. അതിനൊരു 30 ക്രോണറൊക്കെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഈ ഉലുവ, കടല, ചെറുപയർ, ഉഴുന്ന്, പരിപ്പ്, ഇതൊക്കെ എടുക്കുന്നത്. ഇത് ഞാൻ ഓരോന്നോരോന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിന് കോമൺ ആയിട്ട് ഇപ്പോൾ ഒരു 500 ഗ്രാമിൻ്റെ പാക്കാണെങ്കിൽ, 1/2 കിലോൻ്റെ പാക്കാണെങ്കിൽ അതിന് 20 ക്രോണയും, 1 കിലോ 1.5 കിലോൻ്റെ പാക്കാണെങ്കിൽ 30 ക്രോണ 35 ക്രോണ എന്ന് പറഞ്ഞിട്ട് കൂടി വരും. പിന്നെ നോർത്ത് ഇന്ത്യൻസൊക്കെ കൂടുതൽ അവിലൊക്കെ യൂസ് ചെയ്യുമല്ലോ, പോഹ പറഞ്ഞിട്ട്, അതും ഇവിടെ കിട്ടും. മലരൊക്കെ കിട്ടും ഇവിടെ. ഇത് സോയയാണ്. സോയയ്ക്കും ഏകദേശം, ഇത് വലിയ പാക്കായതുകൊണ്ട് ഏകദേശം ഒരു 20 ക്രോണർ 35 ക്രോണർ അങ്ങനെ ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇഡ്ഡലി അരി, ഒബ്വിയസ്ലി ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കണ്ടത്. ഇത് ഇഡ്ഡലി അരിസി എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ തമിഴും മലയാളവും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ആനന്ദം. ഓക്കെ. പിന്നെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന പരിപ്പ് കൂടുതലും ഈ ഓറഞ്ച് കളറാണ്, കാരണം അതിനധികം വേവില്ല. അപ്പോൾ എളുപ്പ പരിപാടി എപ്പോഴും നമുക്ക് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് അത് എടുക്കാറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് എന്താ എടുക്കാറ്, ഇതേ നമ്മുടെ മാഗി സോസൊക്കെ കാണാൻ കിട്ടുന്നുണ്ട്. കെച്ചപ്സ് ഇവിടെ നല്ല കിട്ടും, പക്ഷെ നമ്മളിത് ഇവിടെ നിന്ന് അധികം എടുക്കാറില്ല, ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിന് എടുക്കാറുള്ളൂ. ഇവിടെ നമുക്ക് നോർമലി ഡാനിഷുകാർ നെയ്യൊന്നും ഉപയോഗിക്കില്ലല്ലോ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് നെയ്യൊക്കെ കിട്ടും. ഞങ്ങളിതുവരെ മേടിച്ചിട്ടില്ല, കാരണം ഈ ഒരു പാക്കറ്റ് നെയ്ക്ക് 295, 300 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 500 ഗ്രാമിന് അല്ലെങ്കിൽ 600 ഗ്രാമിന് തന്നെ അത്രയും റേറ്റ് വരുന്നുണ്ട് ഇവിടെ. പിന്നെ റേറ്റുള്ള സാധനങ്ങൾ ഈ ശർക്കര, വെല്ലം യൂസ് ചെയ്യില്ലേ നമ്മൾ, അതൊക്കെ ഒരു 35 ക്രോണർ, അതൊക്കെ അത്രയും റേഞ്ച് വരുന്ന ഒരു റേറ്റ് വരുന്ന സാധനങ്ങളാണ്. പിന്നെ ഇത് ഒരിക്കൽ മേടിച്ച് വെച്ചപ്പോൾ പെട്ടെന്ന് പൂപ്പലടിച്ചും പോയിട്ടോ, അതുകൊണ്ട് ഞാനിത് അധികം മേടിക്കാത്തൊരു സാധനമാണ്. എന്നാലും ഇതിവിടെ ഇങ്ങനെ കിട്ടും. ഓക്കെ. പിന്നെ അപ്പുറത്തുനിന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറേ നമ്മുടെ പൊടികൾ തന്നെയാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലത്തെ സ്നാക്സായ കുർക്കുറയൊക്കെ ഇവിടെ കാണും, പക്ഷേ നാട്ടിൽ 25 രൂപയാണെങ്കിൽ ഇവിടെ 25 ക്രോണയാണ്, അതുകൊണ്ട് ഞാനിത് എടുക്കാറില്ല. പിന്നെ ഒന്നും കൂടെ കാണിച്ചു തരാം പോരെ. ഇത് നമ്മൾ മോസ്റ്റ്ലി എടുക്കുന്ന ഒരു സാധനമാണ് ഉണക്കമുളക്. ഏകദേശം ഒരു 30 ക്രോണറില്ല, ഇവിടെ റേറ്റ് ഇട്ടിട്ടില്ല, പക്ഷേ എനിക്ക് അത് ഓർമ്മ. ഇത്രയും വലിയ പാക്കറ്റിന് 30, ഇത്രയും ചെറിയ പാക്കറ്റിന് ഒരു 20 ക്രോണർ ആ റേഞ്ചിൽ കിട്ടും. ഓക്കെ, നമ്മുടെ അടുത്തൊരു ഫേവറേറ്റ് സെക്ഷനാണിത്, സ്വീറ്റ്സ് ആൻഡ് സ്നാക്സ്. സോമ്പാപ്പൊടി, ലഡ്ഡു, പേഡാസ്, അങ്ങനത്തെ ഇത് കാണുമ്പോൾ തന്നെ കണ്ണിലൊരു കുളിർമ. ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ, പക്ഷേ ഒരു 55 ക്രോണർ 60 ക്രോണർ നമുക്ക് എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻസ് ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ മിച്ചർ, ഇവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പെരി മിച്ചർ, നല്ലൊരു എരിവും ഫ്ലേവേഴ്സും ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്ക് എടുക്കാറുണ്ട്. ഈ ഒരു പാക്കറ്റിനൊക്കെ ഒരു 25 ക്രോണർ വരും. ഓക്കെ. ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് ഈ കടയിൽ ഒരു പാക്കറ്റിലാണ് ആകെ മലയാളം എഴുതി കണ്ടത്, അത് ഈ അപ്പപ്പൊടിക്കാണ്. ഇത് ഞാൻ മേടിച്ചു, പക്ഷെ അത് വലിയൊരു അടിപൊളിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അതിനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷമുള്ള ഇതാണോ എന്നറിയില്ല, പക്ഷേ ഈസ്റ്റേൺ ഇന്ത്യ ആണ്. ഒരു 45 ക്രോണർ 1 കിലോളം കിട്ടും. അത് നമുക്ക് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ്സൊക്കെ എടുത്താൽ തന്നെ ഒരു 2 ദിവസത്തേക്ക് അപ്പം ചുട്ട് കഴിക്കാനുള്ള അത്രയും മാവ് നമുക്കത്, ബാറ്റർ നമുക്കതിൽ നിന്ന് കിട്ടും. പിന്നെ അരികളും ഇവിടെ കിട്ടും, ബസ്മതി റൈസോ ബിരിയാണിയൊക്കെ വയ്ക്കാൻ ഇവിടുന്ന് എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ മറ്റ് സാധാ സൂപ്പർ മാർക്കറ്റ്സിൽ അത് കിട്ടും, ഞാൻ കാണിച്ചു തരാം അവിടെ പോകുമ്പോൾ. പൊതുവേ ഇത് കൂടുതലും സെയിം തന്നെയാണ്, കടല, പട്ടാണി അങ്ങനത്തുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെയും വെച്ചിരിക്കുന്നത്. ഓക്കെ. ഇവിടുന്ന് താഴ്ന്ന് നമ്മൾ പൊതുവേ മൈദയും അരിപ്പൊടിയും ഇവിടുന്ന് എടുക്കാറുണ്ട്. മൈദ എല്ലാത്തിലും കലയ്ക്കൊരു ഗ്രേവിയുടെ കട്ടി കൂട്ടാനും കാര്യങ്ങളും ഞാനിത് എടുക്കും. 1.5 കിലോ മൈദയ്ക്ക് 45 ക്രോണർ ആവും. സെയിം അരിപ്പൊടിക്കും 1 കിലോ അരിപ്പൊടിക്ക് 35, 1.5 കിലോ അരിപ്പൊടി ആകുമ്പോൾ ഒരു 40-45 ആ റേഞ്ചിൽ നമുക്ക് കിട്ടും. പിന്നെ എടുക്കുന്ന സാധനം എവിടെ അത് ഇത് റവയും ഇതേപോലെ ഒരു 1 കിലോൻ്റെ പാക്കൊക്കെ 40 ക്രോണർ. ഇത് എല്ലാം സ്റ്റാൻഡേർഡ് റേറ്റാണ്. ഇവർക്ക് 1 കിലോൻ്റെ ഇങ്ങനെ ഒരു പാക്കറ്റായിട്ടുണ്ടാവും, അത് ഒരു 40 ക്രോണറിന് വെക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുന്ന് ഞാൻ മോസ്റ്റ്ലി എടുക്കാറില്ല. പിന്നെ കുറച്ച് എന്താ പറയുക, റാഗിപ്പൊടി, തേങ്ങ പൊടിച്ചത് അങ്ങനെയൊക്കെ ഇവിടെ കിട്ടും, അന്ന് ഞാൻ അധികം എടുക്കാറില്ല. അപ്പോൾ സെയിം റേറ്റാണ്, 40 to 45 അല്ലെങ്കിൽ 30 to 35 റേഞ്ചിൽ, ഒരു ചെറിയ വേരിയേഷനിൽ അങ്ങോട്ടും കൂടും, അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ഫേവറേറ്റ് മാഗി ഇവിടെ കിട്ടും. ഇത് കുറച്ചുകൂടെ നട്ട്സും സ്നാക്സും ആണ് ഈ കാണുന്ന മൊത്തം. പിന്നെ താഴെ കോൺഫ്ലവർ, മറ്റേ നമ്മുടെ ബേസൻ ഫ്ലവേഴ്സ് അതൊക്കെ കിട്ടും. അതൊന്നും നമ്മൾ അധികം എടുക്കാറില്ല, അതുകൊണ്ട് കണ്ടിട്ട് വരും.
ഗൈസ്, അപ്പം നമ്മൾ പുതിയ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുന്നു. രമച്ചേച്ചി ഇല്ലാണ്ട് എനിക്കൊന്നും പറ്റില്ല. നാട്ടിൽ വല്ല അപ്പുവട്ടൻ്റെ കട എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എനിക്കിവിടെ എൻ്റെ രമച്ചേച്ചി ഇല്ലാണ്ട് ഒന്നും പറ്റില്ല. രമ 1000-ലാണ് കൂടുതൽ ഷോപ്പിംഗ്. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് ഞങ്ങൾ ഒരുപാട് പ്രൊഡക്ട്സ് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് എൻട്രൻസിൽ ഇങ്ങനെ കുറച്ച് ചെടിയും പൂവൊക്കെ വെച്ചിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും ആലോചിക്കും ഇതിപ്പോൾ എടുത്തിട്ട് പോയാൽ അവരെങ്ങനെ അറിയും, പക്ഷേ വിശ്വാസം അതാണല്ലോ എല്ലാം. അപ്പോൾ വരൂ, നമുക്കുള്ളിലേക്ക് പോയി കാണാം. ജഞ്ചനക്കടി വന്നില്ലേ? വന്നു. കുപ്പിയൊക്കെ ഇട്ടിട്ട് പോകും കേട്ടോ. കുറച്ച് ഇപ്പം ഇല്ല, പിന്നെ കാണിച്ചു തരാം. അത് ഇപ്പം നമുക്ക് നേരെ നടക്കാം. പുറത്തിങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും ഉള്ളിൽ ഇതേ സാധനം നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഒന്നും എടുക്കുന്നില്ല, നേരെ ഉള്ളിൽ പോയിട്ട് ഉള്ളിൽ നിന്ന് സാധനം എടുക്കാം. നമ്മുടെ ഡെയിലി റുട്ടീൻ ഇങ്ങനെയാണ്. ഡെയിലി അല്ല, ഷോപ്പിംഗ് റുട്ടീൻ ഇങ്ങനെയാണ്. നേരെ വരും, ആദ്യം നല്ല പഴം കുറച്ച് നോക്കിയെടുക്കും. ഒരു പഴത്തിന് ഒരു സ്റ്റിക്കിനാണ് ഇവിടെ റേറ്റ്. ഒരു 2.5 ക്രോണയാണ് ഓരോ പഴത്തിനും ഉള്ളത്. ഞാനൊരു 4 എണ്ണമൊക്കെ എടുത്തിട്ട് പോകും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലുത് നോക്കിയൊക്കെ ഞാൻ എടുക്കും കേട്ടോ, കാരണം എന്തായാലും സ്റ്റിക്കിനല്ലേ വില. പിന്നെ ഇത് ഇങ്ങനെ ഒരു 4 എണ്ണം എടുക്കാം. 2.5 ക്രോണർ, നോട്ട് മൈൻഡ്. നെക്സ്റ്റ് കമോൺ. ഇത് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ്. ഇതിന്ന് നമ്മൾ മെയിനായിട്ട് എടുക്കാറുള്ളത് ചിലപ്പോൾ പ്ലംസ് എടുക്കും, ചിലപ്പോൾ എടുക്കില്ല. പിന്നെ കിവി ഇരിപ്പുണ്ട്, ആപ്പിളാണ് മെയിനായിട്ടുള്ള, ഗ്രീൻ ആപ്പിൾ ഉണ്ട്. ഇതിൽ നമ്മൾ ചിലപ്പോൾ പാക്കറ്റിലെടുക്കും, കാരണം നമ്മളിങ്ങനെ നോക്കും, എന്നിട്ട് എല്ലാ ആപ്പിളും നല്ലതാണെങ്കിൽ ഇതിൽ നിന്ന് എടുക്കും. ഈ ഒരു പാക്കറ്റിന് 18 ക്രോണയാണ്. ഇതിനകത്ത് 6 ആപ്പിളുണ്ട്, പക്ഷെ അതിൻ്റെ ചെറിയൊരു സൈസാണ് ഇത്. ഇങ്ങനെ പിക്ക് ആൻഡ് ചൂസ് ചെയ്തെടുക്കുമ്പോൾ ഇതിന് ഓരോ സ്റ്റിക്കിനനുസരിച്ചാണ് റേറ്റ്. ചിലപ്പോൾ അതിൻ്റെ ഇവിടെ ഒന്നും നല്ലതായിരിക്കില്ല. പിന്നെ ഈ പാക്കറ്റിലും ഇങ്ങനൊരു പാക്കറ്റ് സൈസിലും കിട്ടും. ഇതിന് കുറച്ചുകൂടെ വില കൂടുതലാണ്, അത് 20 ക്രോണയാണ്. പിന്നെ ഗ്രീൻ ആപ്പിളും 2 ക്രോണ 3 ക്രോണ ആ റേഞ്ചിലാണ് ഓരോ സ്റ്റിക്കിനാണ് പറയണത്. മീൻസ് ഓരോ ആപ്പിളിൻ്റെ റേറ്റാണ് ഞാൻ ഈ പറയണത്. നമുക്ക് എന്തായാലും അപ്പോൾ ഇതെടുക്കാം അല്ലേ? എന്തെടുക്കേണ്ടത്? ഇതെടുക്കാം. നമ്മുടെ വെജിറ്റബിൾ സെക്ഷനാണ്. ഇവിടെ ഉള്ളവർ കൂടുതൽ അവക്കാഡോസ് യൂസ് ചെയ്യും, വിച്ച് ഇസ് ഗുഡ്. ഇത് 2 എണ്ണത്തിന് 15 ക്രോണയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ക്യാരറ്റ് ഈ ഒരു പാക്കറ്റ് ഇത് എത്ര ഉണ്ടാവും? ഒരു 500 ഗ്രാമിൻ്റെ ഈ ഒരു പാക്കറ്റിന് 6 ക്രോണയാണ് ക്യാരറ്റിന് വരുന്നത്. ക്യാരറ്റ് എപ്പോഴും വില കുറവാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നമ്മൾ പുറമെ എടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഇതിനെന്താ പറയുകടാ, കുറേ ചെടിയും പൂവൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല, എന്നാലും സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യണതാണ്. അത് 10 ക്രോണർ 11 ക്രോണർ വെച്ചിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ക്യാബേജിൻ്റെ ഫാമിലിയിൽ കുറേ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്യാബേജസ് നമുക്ക് കിട്ടും. ഇത് ഡാനിഷിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ക്യാബേജാണ്, അതും ഡാനിഷിൻ്റെ ടൈപ്പ് ഓഫ് ക്യാബേജാണ്. ഇതൊരു 15 ക്രോണർ ആ റേഞ്ചിൽ കിട്ടും, വെച്ചാൽ നന്നായിരിക്കും. ഇത് നമ്മുടെ കണ്ണിൽ വയ്ക്കുന്ന സാധനം അതിൻ്റെ പേര് പിന്നെ വെള്ളരിക്ക. യെസ്, വെള്ളരിക്ക. ഇത് ഒരു സ്റ്റിക്കിന് 9 ക്രോണയാണ്. പിന്നെ തക്കാളി നല്ലത് ഇവിടെ കിട്ടും. ഇത് സ്റ്റിക്കിനനുസരിച്ചും ഉണ്ട്, കിലോനനുസരിച്ചും ഉണ്ട്. 13 ക്രോണയാണ് 1/2 കിലോ തക്കാളിക്ക്. അപ്പോൾ നമുക്കിത് പാക്കറ്റ് ഇങ്ങനെ എടുത്ത് ഇതിന്ന് പിക്ക് ചെയ്തെടുത്തിട്ട് എടുക്കണം. പിന്നെ ഓരോ ക്യാപ്സിക്കത്തിനും 8 ക്രോണർ വെച്ച്, അത് 2 കളറിൽ നമുക്ക് കിട്ടും. തക്കാളി ഇങ്ങനെയും കിട്ടും പാക്കറ്റിലായിട്ട്, ഒരു 4 എണ്ണം 5 എണ്ണം. ഓക്കെ, കാണിക്കാനുള്ളത് സ്പ്രിംഗ് ഓണിയൻ ആണ്. ഈ ഒരു സെറ്റിന് 8 ക്രോണർ. നമ്മൾ പാസ്ത അല്ലെങ്കിൽ നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാം. പിന്നെ ഉള്ളത് കോളിഫ്ലവർ. ഇവിടെ ഒരെണ്ണമുണ്ട്, അവിടെ ഒരെണ്ണമുണ്ട്. പക്ഷേ ഏകദേശം ഒരു 20 ക്രോണർ 15 to 20 ക്രോണറിൻ്റെ ഉള്ളിലാണ് കോളിഫ്ലവറിന് വരിക. അതിൻ്റെ വേറൊരു സാധനം നമ്മുടെ ബ്രൊക്കോളി ഏകദേശം ആ ഒരു റേഞ്ചിലാണ് വരിക. 15 ക്രോണർ 17 ക്രോണർ ആ ഒരു റേഞ്ചിലാണ് ബ്രൊക്കോളിയും വരിക. ഇങ്ങനെ ഓപ്പണായ ക്യാബേജും കോളിഫ്ലവറും നമുക്ക് കിട്ടും. തക്കാളി എടുത്തിരിക്കുകയാണ്. ഇത് തൂക്കി നോക്കി നമ്മൾ തന്നെ അതിൽ പ്രൈസ് ടാഗ് അടിക്കണം. ഇതാണ് ആ മെഷീൻ. ഇതിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുക, എന്നിട്ട് ടൊമാറ്റോ. അപ്പോൾ ഇത് ഇവിടെ പ്രൈസ് ടാഗ് വന്നു, കണ്ടോ? 13 ക്രോണർ. 1/2 കിലോളം എടുത്തു ഞാൻ, കറക്റ്റ് 1/2 കിലോ. എന്നെക്കൊണ്ട് വയ്യ, ഞാൻ മാക്സിൽ പുലിയാണല്ലോ, അതുകൊണ്ട്. നമുക്കിനി അടുത്ത സെക്ഷനിൽ ഇപ്പോൾ വെളുത്തുള്ളി. ഇത്രയും വലിയ പാക്കറ്റാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ചെറിയ പാക്കറ്റ്സും കിട്ടും. ഞാൻ സാധാരണ ഒന്നില്ലെങ്കിൽ ഇത് എടുത്തിട്ട് പോവും, കാരണം കേടൊന്നും വരത്തില്ല, കുറേ കാലം അങ്ങനെ നിന്നോളൂ, തണുപ്പായതുകൊണ്ട്. അതിനൊരു 20 ക്രോണയാണ്. ഒരു 10 എണ്ണത്തിൻ്റെ 10 അല്ലിക്ക് 20 ക്രോണ. 1 അല്ലി 2 അല്ലിക്ക് നമുക്ക് 5 ക്രോണ 10 ക്രോണ പറഞ്ഞിട്ട് കിട്ടാറുണ്ട്. പിന്നെ ക്യാബേജ്
ഇവിടെ വിലക്കുറവുള്ള വേറൊരു സാധനമാണ് ക്യാബേജ്. ഇത്രയും വലിയ ക്യാബേജിന് ഒരു 11 ക്രോണയൊക്കെ വരുള്ളൂ. ഇത് തൂക്കിയെടുക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു 1/2 കിലോ 4 ക്രോണ വെച്ചിട്ട് എടുക്കും. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിങ്ങനെ തൂക്കണം. അപ്പോൾ എത്രയാണോ അതിൻ്റെ പ്രൈസ് വരുന്നത്, ഇത് കണ്ടോ 900 ഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടേക്കൽ പറയുമ്പോൾ നമുക്കതിന് ബില്ല് കിട്ടും. 7 ക്രോണേ ഉള്ളൂ ഇത്രയും വലിയൊരു ക്യാബേജിന്. ഓക്കെ, സവാള ഇവിടെ 2 രീതിക്ക് നമുക്ക് കിട്ടും. ഒന്ന് വൈറ്റ് ഓണിയനും കിട്ടും, ഒന്ന് പിങ്ക് ഓണിയനും കിട്ടും. പിങ്ക് ഓണിയൻ കുറച്ചുകൂടെ മധുരമായിരിക്കും. നമ്മൾ കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്വീറ്റ് ഫ്ലേവേർഡാണ്. ഞങ്ങളെപ്പോഴും ഇതാണ് എടുക്കാറുള്ളത്. രണ്ടിനും റേറ്റ് ഏകദേശം സെയിം ആണ്. 12 ക്രോണയും ഇതിന് പക്ഷേ വില കുറവാണ്. 8 ക്രോണേ ഉള്ളൂ. ചിലപ്പോൾ സെയിം ഒരു 10 ക്രോണറൊക്കെ ഉണ്ടാവും ഇതിനും. ഇതാണ് ഞങ്ങൾ മോസ്റ്റ്ലി എടുത്തത്. ഇത് 1 കിലോയ്ക്കാണ് കേട്ടോ ഈ റേറ്റ്, ഒരു 12 ക്രോണർ. പക്ഷേ ഇത് നോക്കി എടുക്കണം, ചിലതിന് ഒരു വാട്ടറി കണ്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇതിന് നല്ലൊരു വെള്ളം കയറിയ പോലെ ഇല്ലേ ഒരുമാതിരി. നമ്മൾ കറക്റ്റായിട്ട് നോക്കി നല്ല പറഞ്ഞെടുക്കണം. ഇത് കണ്ടിട്ട് കൊള്ളാം, ഇതെടുക്കാം പോരെ. അടുത്തൊരു സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ മയോണൈസിൻ്റെ സെക്ഷനാണ്. ഫ്ലേവേർഡ് മയോണൈസ് നമ്മുടെ ലുലുവിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടിയിലാക്കി വാങ്ങില്ലേ 1000 ഐലൻഡ്, അത് പിന്നെ വേറെ ഇറ്റാലിയനോ ഫ്ലേവേഴ്സ് അങ്ങനെയെല്ലാം ഉണ്ട്. ഞാൻ സാധാരണ നോർമൽ മയോണൈസ് എടുക്കാറുള്ളൂ. പിന്നെ ഇത് ഓയിലാണ്, നമുക്ക് കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഓയിൽ. 1 ലിറ്ററിന് 18.95, ഏകദേശം ഒരു 19 ക്രോണർ. ഇത് ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും സെയിം റേറ്റാണ്. പക്ഷേ എനിക്കെന്തോ ഈ എണ്ണയാണ് കുറച്ചുകൂടെ ഒരു ലൈറ്റായിട്ട് തോന്നിയത്. ബാക്കിയുള്ള അവിടെ ചില എണ്ണയ്ക്ക് ഒരു ഭയങ്കര കട്ടി ഉണ്ടാവും. അപ്പോൾ ചൂടാവാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ അതും ഇവിടുന്ന് എടുത്തിരിക്കുകയാണ് ഒരെണ്ണം. ഡാനിഷുകാർ കൂടുതൽ യൂസ് ചെയ്യണ വേറെ 2 ഓയിലാണ്. ഒന്ന് ഒലിവ് ഓയിലും ഒന്ന് സിസമി ഓയിലും. ഇവിടെ അതിന് നല്ല റേറ്റാണ്. കണ്ടോ 60 ക്രോണ 28 ക്രോണ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്കിതിവിടെ കാണാനും പറ്റും. 21 ക്രോണയ്ക്ക് നമുക്ക് കിട്ടുന്നത് തേങ്ങ എണ്ണയാണ്. കൊക്കോസിലി എന്നെന്തോ അവർ പറയുന്നു. ഓക്കെ, ഞാൻ ആദ്യം വന്ന സമയത്ത് ഏറ്റവും വിഷമിച്ചിരുന്നത് ചപ്പാത്തിക്കോലില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ചപ്പാത്തി ചുടാറിയില്ല, മീൻസ് ഉണ്ടാക്കാറില്ല. ഇവിടെ വന്നിട്ട് ഇതേപോലെ പാക്കറ്റ് ചപ്പാത്തി എടുക്കും. കാരണം മാവിന് വില കുറവേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പണിയാണല്ലോ. ഇത് ഒരു 8 ക്രോണ. ഈ ഒരു റാഗി കലർത്തിയ ഒരു കൈൻഡ് ഓഫ് പാക്കറ്റാണ് ഇത്. പക്ഷെ നമുക്ക് മൈദയല്ല ആട്ട മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ചപ്പാത്തിയാണിത്. ഇതിന് ഇവർ ടോർട്ടില്ല എന്ന് പറയും. റോൾസൊക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും നമുക്ക് ഇത് ഒരെണ്ണം എടുത്തേക്കാം. ഓക്കെ, ഇതിൻ്റെയും റേറ്റ് സെയിം ആണ്, 8 ക്രോണേ ഉള്ളൂ. രണ്ടിനും സെയിം റേറ്റാണ്. അപ്പം നമുക്ക് ഇത് ഒരെണ്ണം എടുക്കാം. നമ്മുടെ മാൻഡേറ്ററി സാധനത്തിലേക്ക് സ്വാഗതം. അതായത് നമുക്ക് അരി ഇല്ലാണ്ട് ചോറില്ലാണ്ട് ഒരു കച്ചവടം ഇല്ലല്ലോ. ഞങ്ങൾ ഇവിടുന്ന് എടുക്കുന്നത് ഈ പാരബോയിൽഡ് റൈസാണ്. എൻ്റെ നാട്ടിൽ പൊതുവെ ഒരു തമിഴ്നാട് സ്റ്റൈലിൽ ചെറിയ അരിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം അതിന് മാച്ചായിട്ട് വരുന്നതാണ്. 1 കിലോ ആണ് ഈ ഒരു പാക്കറ്റ്. ഒരു പാക്കറ്റിന് 11 ക്രോണറാണ്. ഞങ്ങളിവിടെ വന്ന് ഒരു 4-5 പാക്കറ്റ് എടുത്തിട്ട് പോകും. ഞങ്ങൾക്ക് ഏകദേശം ഒരു 20 ദിവസമൊക്കെ വരും. ഒരു 4 പാക്കറ്റൊക്കെ ഒരു 20 ദിവസം, അതായത് ഒരു പാക്കറ്റ് ഒരു 5 ദിവസം അങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ ഇഡ്ഡലി അരിക്ക് പകരം ഞാൻ എടുക്കണതാണ് ഈ ഒരു അരി. എന്തോ ഒരു പട്ട ഇട്ടിട്ടുണ്ടാക്കുന്നൊരു അരിയാണ് സംഭവം. ഇതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല. പട്ട കണ്ടിട്ട് നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇതിന് പ്രത്യേകിച്ചൊരു മണമൊന്നുമില്ല. പക്ഷേ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ നല്ല പുലിവാരും ഉണ്ടാവും. കറക്റ്റായിട്ട് ബാറ്റർ അതുപോലെ വരും. ഇതിന് ഏകദേശം പക്ഷേ ഇതിന് കുറച്ച് വില കൂടുതൽ 13 ക്രോണയുണ്ട്. ഇത് 11 ക്രോണയാണ്. ഇതും 1 കിലോ. അപ്പോൾ 2 കിലോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 1 മാസം പോരാ, 2 മാസത്തേക്ക് അത് ഓടും. ഒരു പാക്കറ്റൊക്കെ 1 മാസം മതി. ഓക്കെ, പിന്നെ ജാസ്മിൻ റൈസ് ഇവിടെ കിട്ടും. മീൻസ് ബിരിയാണി ഉണ്ടാക്കാൻ ബസ്മതി റൈസിന് ഏകദേശം സാമ്യമുള്ളൊരു സംഭവം. ഞങ്ങൾ ഇതും ഇടയ്ക്ക് ഇവിടുന്ന് എടുക്കാറുണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് കിട്ടുന്നത് നമ്മുടെ ഇന്ത്യൻ റിലേറ്റഡ് സാധനങ്ങളിൽ, അതോരോന്ന് ഞാൻ എടുത്തതാണ്. ഇന്ത്യൻ റിലേറ്റഡ് സാധനങ്ങളിൽ കുറച്ചിവിടെ കിട്ടും. അതായത് ഞങ്ങൾ അവിടെ കാണിച്ചിരുന്ന ഒരു ഓറഞ്ച് പരിപ്പില്ലേ, ഇപ്പോൾ അത്യാവശ്യമാണ്. നമുക്ക് അതുവരെ പോകാൻ പറ്റില്ലെങ്കിൽ ഇവിടെ വന്ന്, പക്ഷെ ഇത് വില കൂടുതലാണ്. ഇവിടെ 400 ഗ്രാമിന് 17 ക്രോണയാണ്. അതുപോലെ ഇവിടുത്തെ കുറച്ച് ലെൻറ്റിൽസൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കൈൻഡ് ഓഫ് പയറുമണി, കടലുണ്ട്, അങ്ങനത്തെ ചിയ സീഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ അത്യാവശ്യം നല്ലത് കിട്ടും. ഓക്കെ, പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് എടുക്കുന്ന ഒരു സാധനം ഈ ട്രൈ കളർ പാസ്തയാണ്. നമ്മുടെ ഇവിടെ നമുക്ക് പാക്കറ്റ്സിൽ വാങ്ങിക്കാൻ കിട്ടില്ല, അതുപോലൊരു ട്രൈ കളർ പാസ്തയാണിത്. വേറെ മെക്രോണി ടൈപ്പും പിന്നെ പാസ്താസും ഉണ്ട്, പക്ഷേ എനിക്കിതാണ് ഇഷ്ടം. പാസ്തയ്ക്ക് വില കുറവാണ് ഒബ്വിയസ്ലി. ഏകദേശം ഇതിന് 13 ക്രോണ, ഇതിന് 9 ക്രോണ, 8 ക്രോണ, അങ്ങനെയുള്ളൊരു റേഞ്ചിലാണ് പാസ്ത വരുന്നത്. അപ്പോൾ ഞാൻ ഇത് ഒരെണ്ണം എടുക്കുകയാണ്. നമ്മളവിടുന്ന് പാക്കറ്റ് ക്യാരറ്റ് എടുത്തു. ഇവിടെ ലൂസിലും കിട്ടും. ഓരോ 1/2 കിലോന് 7 ക്രോണ എന്നുള്ള പോലെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് നമ്മുടെ
ഒബ്വിയസ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് കഴിച്ച് ഞാൻ ഉരുളക്കിഴങ്ങ് പോലെയായി. എന്നാലും ഈ കാണുന്ന പാക്കറ്റ്സ്, അതായത് ഈ ഒരു പാക്കറ്റ് 1.5 കിലോ ഉണ്ടാവും. ഓക്കെ, ഇതിന് 18 ക്രോണയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അതായത് കാണാൻ ഇതൊരു വലിയ സുഖമില്ല, കണ്ടോ, ഒരുപാട് മണ്ണ് പിടിച്ച പോലെയൊക്കെ. കുറച്ചുകൂടെ നല്ല ക്യാരറ്റ്സ്, നല്ല ഉരുളക്കിഴങ്ങ് എന്നുള്ള പോലെ ഒരു കാറ്റഗറിയിൽ അത് വരുന്നുള്ളൂ. ഏകദേശം സെയിം 18 ക്രോണറാണ് അതിനും വരുന്നത്. ഓക്കെ, ലൂസായിട്ടും കിട്ടും. ഞാൻ പെട്ടെന്ന് എൻ്റെ ഫ്ലോ പോയി. അതെന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് എൻ്റെ ഫ്ലോ പോയതാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ടാണ്, കണ്ടോ. നമ്മൾ നീളത്തിൽ ബീട്രൂട്ട് കണ്ടിട്ടില്ലല്ലോ, ഞാനിതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇവിടെ പെട്ടെന്ന് ഇപ്പോൾ കണ്ടു. 1/2 കിലോ 7.5 ക്രോണ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, എന്നാലും കൊള്ളാം. നമുക്കിപ്പോൾ ഓൾറെഡി കുറച്ച് പച്ചക്കറി എടുത്തു, അതുകൊണ്ട് ഞാനതൊന്ന് തൽക്കാലം എടുക്കില്ല. ഇനി ഒരു ദിവസം ഞാൻ പരീക്ഷിക്കാം. ഓക്കെ, നമുക്ക് ഫ്രോസൺ ഐറ്റംസിൻ്റെ ഒരു സെക്ഷൻ മാത്രം ഇപ്പോൾ പറയാം. അതായത് മിക്സഡ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾസിൻ്റെ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ പാക്കൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും. അതായത് സലാഡ്സിന് യൂസ് ചെയ്യാം, പെട്ടെന്ന് പാസ്താസൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. ഓരോ പാക്കറ്റ് ഒരു 10 ക്രോണർ, മാക്സിമം ഒരു 14 ക്രോണർ വരെ ഇത് പോവുള്ളൂ. ഇതിൽ ബ്ലൂബെറീസ്, സ്ട്രോബെറീസ് അങ്ങനത്തെ ഒരു സെക്ഷൻസും അത് അവിടെ കാണാം. നിങ്ങൾക്ക് മാംഗോ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതെങ്ങനെ ഇപ്പോൾ തുറക്കുക, ഇതുണ്ടോ, കറീസിനിടുന്ന, ഇതിനകത്ത് ക്യാരറ്റ് ഉണ്ട്, ബ്രൊക്കോളി ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, പയറുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു അവിയൽ. അപ്പോൾ ഇതിട്ടിട്ട് അങ്ങനെ നമുക്ക് അവിയൽ വയ്ക്കാം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ചീസ് അല്ലെങ്കിൽ മൊസാറല്ല അങ്ങനത്തെ വേരിയസ് ടൈപ്സ് ഓഫ് ചീസ് ഉണ്ടല്ലോ ഡെൻമാർക്കിൽ, അതും ഫേമസ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇഷ്ടംപോലെ ടൈപ്സ് ഓഫ് ചീസ് ഇവിടെ കാണും. ഞാൻ പൊതുവേ ഇത് യൂസ് ചെയ്യാറില്ല. എന്നാലും ചെറിയ ക്യൂബ് ഓഫ് ചീസൊക്കെ കിട്ടില്ലേ, അങ്ങനെ വല്ലപ്പോഴും എടുക്കാറുണ്ട് നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണത് ഏകദേശം ഒരു 10 to 12 ക്രോണർ തൊട്ട് സൈസിൻ്റെയും ക്വാണ്ടിറ്റീനും അനുസരിച്ച് ഡിഫറെൻറ്റ് പ്രൈസ് വരാറുണ്ട് ഇതിന് മൊത്തം. ഇത് മുട്ടയുടെ ഒരു വലിയ ഫ്രിഡ്ജാണ് ഗൈസ്. ഇതിനകത്ത് മുട്ടയ്ക്ക് വേരിയസ് പാക്കറ്റ് സൈസായിട്ടാണ് അവർ പറയുന്നത്. 4 സ്റ്റിക്കിൻ്റെ 4 മുട്ട മാത്രം വരുന്നത് 15 ക്രോണ, പിന്നെ 10 മുട്ട മാത്രം വരുന്നത് 29 ക്രോണ, പിന്നെ ഒരു 15 മുട്ട വരുന്നത് 37 ക്രോണ. അങ്ങനെ വേരിയസ് സൈസിൽ മുട്ടയുടെ പാക്കറ്റ്സും അവൈലബിൾ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് മാക്സിമം ചിലപ്പോൾ ഒക്കെ 15 മുട്ട എടുക്കാറുള്ളൂ. മിക്കവാറും ഈ 10 മുട്ടയുടെ പാക്കറ്റ് എടുക്കും. ജസ്റ്റ് അറൗണ്ടിലേക്ക് ഒരു 30 ക്രോണുള്ള ഈ ഒരു സാധനം എടുത്തിട്ട് പോകും. അത് നമുക്കൊരു മാസം നിൽക്കും ഏകദേശം. അതുകൊണ്ട് നെക്സ്റ്റ് നമ്മുടെ ബട്ടറിൻ്റെ സെക്ഷനാണ്. ബട്ടർ ഈ ഒരു ഡപ്പയാണ് ഞാൻ എപ്പോഴും എടുക്കാറുള്ള ഒരു 16 ക്രോണറിൻ്റെ. അത് കുറച്ച് ലൈറ്റാണ്, വില കൂടിയ ബട്ടർ ഉണ്ട്, പക്ഷെ അത് ഭയങ്കര കട്ടിയായിരിക്കും. നമ്മൾക്ക് ബ്രെഡിൽ തേക്കാനുള്ളതൊക്കെ പറ്റുള്ളൂ. ഞാൻ മിക്കവാറും എന്തെങ്കിലും സാലഡ്സ് ഉണ്ടാക്കുമ്പോഴൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. മറ്റേ സ്വീറ്റ് കോണൊക്കെ പറഞ്ഞില്ല, അപ്പോഴൊക്കെയാണ് അത് യൂസ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ബോക്സാണ് എടുക്കാറുള്ളത്. ഇത് ഫുള്ളും ബട്ടറിൻ്റെ ഒരു വെറൈറ്റീസാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തൈരും പാലുമാണ് എഗെയിൻ കാണുന്നത്. നമ്മളവിടെ പാലിനെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞു, അതെടുത്തു. അതുകൊണ്ട് ഇവിടെ ഞാൻ എടുക്കുന്നില്ല. തൈര് എടുക്കാം നമുക്ക് തൽക്കാലം. യെസ്, ഇവിടെ വരുമ്പോൾ നമ്മുടെ നാച്ചുറൽ ഈ ഒരു യോഗേർട്ടാണ്. ഇതിൽ വൺ ഓഫ് ദി യോഗേർട്ടാണ് ഞങ്ങൾ എപ്പോഴും എടുക്കാറുള്ളത്. ബാക്കി ഫ്ലേവേർഡ് യോഗേർട്ട്സും ഉണ്ട്. ഇവിടെ ഫ്ലേവേർഡ് യോഗേർട്ട്സ് കഴിക്കുന്നവരും ഉണ്ട്. ഞങ്ങളങ്ങനെ അധികം കഴിക്കാറില്ല. ആദ്യമൊക്കെ ചൂടായിരുന്ന സമയത്ത് ജസ്റ്റ് കഴിക്കുമായിരുന്നു. ഇപ്പം കഴിക്കുന്നില്ല, തണുപ്പാണല്ലോ ഒബ്വിയസ്ലി. ഇനി ഒരെണ്ണം കൂടെ. യെസ്, ഇവിടെ വേണമല്ലോ. ഇതിനിപ്പോൾ ഒന്നും പറയണ്ടല്ലോ, പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. അത് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത്. ഇതൊക്കെ ടോയ്ലറ്റ് ടിഷ്യൂസും ഉണ്ട്, കിച്ചൺ ടിഷ്യൂസും ഉണ്ട്. ഇവിടെ കുറച്ചുകൂടെ കിച്ചണെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവരായതുകൊണ്ട് ഇങ്ങനത്തെ എടുത്ത് ഉപയോഗിക്കാം. ഞാനിത് അധികം മേടിക്കാറില്ല, പക്ഷെ എന്നാലും ഒരു 25 ക്രോണയാണ്. എനിക്ക് തുണി യൂസ് ചെയ്യലാണ് കൂടുതൽ കംഫർട്ട്. തുണി യൂസ് ചെയ്ത് കഴുകി ഉപയോഗിക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് വന്നിട്ട് ടോയ്ലറ്റ് ടിഷ്യൂസാണ്. ഇതിൻ്റെയും വെറൈറ്റി പ്രൈസ് റേഞ്ചും ഉണ്ട്. സോഫ്റ്റ്നെസ്സിൽ വെറൈറ്റിയാണ് അതിൻ്റെ പ്രൈസ് റേഞ്ചിൻ്റെ മെയിൻ ഡിഫറൻസ്. ഓക്കെ, പിന്നെ ടോയ്ലറ്റിൽ നമുക്ക് വയ്ക്കാവുന്ന ഡൊമസ്റ്റിക്കിൻ്റെ പോലത്തെ സാധനങ്ങൾ, പിന്നെ എയർ ഫ്രഷ്നേഴ്സ് ഉണ്ട്. അതൊക്കെയാണ് ഈ ഒരു ഏരിയ. ഇടയ്ക്ക് വന്ന് ഇവിടുന്ന് മേടിക്കാറുണ്ട്. ഇതിവിടുത്തെ ക്ലീനിങ്ങിൻ്റെ ഏരിയ ആണ്. ക്ലീനിങ്ങിൻ്റെ ഞാൻ ഇവിടുന്നാണ് പവർ ക്ലീനേഴ്സ് എടുക്കാറുള്ളത്. കാരണം മഞ്ഞപ്പൊടിയൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കിച്ചൺ പെട്ടെന്ന് അഴുക്കാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ റെൻറ്റിനായതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ, അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അതേപോലെ തന്നെ കൊടുക്കണമല്ലോ. അതുകൊണ്ട് പവർ ക്ലീനേഴ്സ് ഞാൻ ഇവിടുന്ന് എടുക്കും. പിന്നെ ഈ സാധനം ഈ തുടയ്ക്കണതും ഇത് എടുക്കാറുണ്ട് ഞാൻ ഇടയ്ക്ക്. കാരണം തുണിയിൽ തുടയ്ക്കുന്നത് പോരാതെ ഈ
ടിഷ്യൂ ക്ലോത്ത് പോലെയാണിത്. നല്ല രസമാണ്. മീൻസ് വെള്ളം നല്ലോണം വടിച്ചെടുക്കാൻ ഇത് നല്ല സഹായിക്കും. കഴുകാനുള്ള സാധനങ്ങളും ഇപ്പം ഇങ്ങനത്തെയൊക്കെ ഇടയ്ക്ക് ഇവിടെ വന്ന് എടുക്കും, ഇടയ്ക്ക് ലിഡിൽ പോയി എടുക്കും. ടിഷ്യൂവും ഇവിടെ നിന്ന് എടുക്കും.